ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡോണ്ട് ബി ടു ഇമോഷണൽ എന്ന ഡ്രാമയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ജെയിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ജെയിനും ജെയിൻ്റെ ഫ്രണ്ട്സും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത സെക്കൻഡ് ലീഡായിട്ടുള്ള ജെയിൻ്റെ എൻട്രിയാണ് കേട്ടോ വരുന്നത്. ഇതിൽ നമ്മുടെ രണ്ട് ഹീറോസിൻ്റെയും പേര് ജെയിൻ എന്ന് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലീഡിനെ നമുക്ക് പി ജെ എന്ന് വിളിക്കാം. അപ്പോൾ പി ജെ കാറിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ ജെയിൻ്റെ ഫ്രണ്ട് അടിച്ച ബോളാണെങ്കിൽ പി ജെയുടെ കാറിലാണ് വന്ന് തട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടതും എല്ലാവർക്കും ഭയങ്കര ടെൻഷനാവും. കാരണം പി ജെനെ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇത് കണ്ടതും ജെയിൻ്റെ അടുത്ത് ജെയിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിനക്കത് ആരാന്നറിയോ? അതാണ് പി ജെയിൻ. പി ജെയിൻ നമ്മുടെ ഇവിടുത്തെ 4th ഇയർ സ്റ്റുഡൻ്റാണ്. അതേപോലെ തന്നെ നല്ല ഹാൻഡ്സമാണ്, ഭയങ്കര ടാലൻ്റാണ്, അതേപോലെ നല്ല റിച്ചും ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതുപോലെ തന്നെ പി ജെക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ആർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരെ പി ജെ സഹായിക്കും. അതും ഫ്രീ ആയിട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും പി ജെനെ ഭയങ്കര പേടിയാണ്. ഇവിടുത്തെ ഒരു മിസ്റ്ററി ബോയിയാണ് പി ജെ എന്ന് പറയുന്നത്. അപ്പം തന്നെ ജെയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ പി ജെയുടെ അടുത്ത് വന്ന് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതും തറയിലിരുന്നുകൊണ്ടാണ് കേട്ടോ സോറി ചോദിക്കുന്നത്. ഇത് കണ്ടിട്ട് ജെയിനാണെങ്കിൽ ഫ്രണ്ടിനെ എണ്ണീപ്പിക്കുന്നുണ്ട് കേട്ടോ. എണ്ണീപ്പിച്ചിട്ട് പി ജെയുടെ അടുത്ത് എന്നിട്ട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് ബോൾ വന്ന് തട്ടിയതിനൊക്കെ. എന്നിട്ട് അവരുടെ ബോൾ തരാനും പറയുന്നുണ്ട്. അവർക്ക് അവരുടെ മാച്ച് കളിക്കണം ബാക്കി. അപ്പോൾ അതിൻ്റെ ബോൾ തരാനും പറയുന്നുണ്ട്. അപ്പോൾ പി ജെ ആണെങ്കിൽ ജെയിനെ ഒന്ന് നോക്കിയിട്ട് ബോൾ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ജെയിനെ നോക്കി ഒരു വല്ലാത്തൊരു ചിരിയും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ മാച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജെയിൻ നോക്കുമ്പോൾ ദൂരേന്ന് പി ജെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കി നിൽക്കുമ്പോഴത്തേക്കും ജെയിനെ ആണെങ്കിൽ ഒരാൾ വന്ന് തട്ടിയിടുന്നുമുണ്ട്. അങ്ങനെ ജെയിൻ്റെ കാലിന് ചെറിയൊരു ഇഞ്ചുറി ആവുകയും ചെയ്യും. അങ്ങനെ കാലിന് ഇഞ്ചുറി പറ്റിയ ജെയിനാണെങ്കിൽ റെസ്റ്റ് എടുക്കാനായിട്ട് റൂമിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. റൂമിൽ വന്നിരുന്ന ജെയിനാണെങ്കിൽ ഫോൺ നോക്കിയപ്പോൾ അതിനകത്ത് ജെയിനെ പറ്റിയിട്ടും പി ജെനെ പറ്റിയിട്ടും ചില റൂമേഴ്സൊക്കെയാണ് കേട്ടോ. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെന്താണെന്ന് ആലോചിച്ച് പുറത്തോട്ട് പോകുമ്പോഴാണ് കേട്ടോ അവരുടെ ഫ്രണ്ട് ടീയുടെ ഇമേജ് അവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് കാണുന്നത്. അങ്ങനെ ജെയിനും ജെയിൻ്റെ ഫ്രണ്ടും കൂടെ ടീയെ പറ്റി സംസാരിക്കുകയാണ്. മാച്ചിനും വന്നില്ല, യാതൊരു വിവരവും ഇല്ല. സ്റ്റുഡൻറ്റ് കൗൺസിലുള്ളവരടുത്തും അന്വേഷിച്ചു, എന്നാൽ അവരാർക്കും ഒന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഇവനിത് എവിടെ പോയതാന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ ജെയിൻ തൻ്റെ വീട്ടിൽ തൻ്റെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു പിക്ചറും ഇരിപ്പുണ്ട് കേട്ടോ. അത് വേറെ ആരും വരച്ചതല്ല, ജെയിൻ തന്നെ വരച്ചതാണ് കേട്ടോ. നമ്മുടെ പി ജെയുടെ പിക്ചറാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജെയിനിന് മാത്രം ഡാൻസ് ക്ലാസ്സിന് പേരൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ മിസ്സ് പറയുന്നുണ്ട് പുതിയൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആ സ്റ്റുഡൻറ്റ് ജെയിൻ്റെ ഡാൻസ് പാർട്ട്ണർ ആകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാരാണ് ആ ഡാൻസ് പാർട്ട്ണർ? വേറെ ആരുമല്ല കേട്ടോ, പി ജെ ആണ് കേട്ടോ. അപ്പം പി ജെ നല്ല സ്റ്റൈലായിട്ട് ആ ഡോറൊക്കെ തുറന്നിങ്ങ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പി ജെനെ കണ്ടത് നമ്മുടെ ജെയിൻ ചെറുതായിട്ടൊന്ന് ഷോക്കാവുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും പേര് സെയിം ആയതുകൊണ്ട് മിസ്സ് നമ്മുടെ ജെയിനെ ലിറ്റിൽ ജെയിൻ എന്നും നമ്മുടെ പി ജെനെ ബിഗ് ജെയിൻ എന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടത് നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ജെയിനെ ചെറുതായിട്ടൊന്ന് കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ലിറ്റിൽ ജെയിൻ എന്നൊക്കെ വിളിച്ച്. അങ്ങനെ പി ജെ ആണെങ്കിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈയൊക്കെ നീട്ടുന്നുണ്ട് കേട്ടോ ജെയിൻ്റെ നേരെ. അങ്ങനെ ജെയിനും തിരിച്ച് കൈയൊക്കെ കൊടുക്കുന്നുണ്ടേ. അങ്ങനെ അവരുടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു മൊമെൻ്റാണ് കേട്ടോ ഇത്. അങ്ങനെ ഡാൻസ് ചെയ്യുന്നതിനിടയ്ക്ക് ജെയിൻ ആണെങ്കിൽ പി ജെനെ അറിയാതെ ഒന്ന് ചവിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് വെച്ച് ജെയിൻ വീഴാൻ പോകുമ്പം പി ജെ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം ജെയിൻ്റെ കാലിപ്പോഴും ശരിയായിട്ടില്ല, അതിൻ്റെ വേദന ചെറുതായിട്ടുണ്ട്. അപ്പോൾ പി ജെ ചോദിക്കുന്നുണ്ട് കാല് ശരിയായില്ലേ, ഇപ്പോഴും വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പി ജെ ആണെങ്കിൽ ജെയിനെ അവിടെ എത്തിയിട്ട് കാലിൽ നോക്കി ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജെയിൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പി ജെ മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ജെയിൻ്റെ കാലിൻ്റെ വേദന പെട്ടെന്ന് തന്നെ പോയ കണക്ക്. അങ്ങനെ പിന്നെ അവരുടെ ക്ലാസ്സൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പി ജെ ആണെങ്കിൽ ജെയിൻ്റെ അടുത്ത് കോണ്ടാക്റ്റൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജെയിനും അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ജെയിൻ്റെ ഐഡി ഇമേജിൽ പി ജെനെ പറ്റി വരച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും പി ജെക്ക് അത് ഇഷ്ടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ജെയിൻ നല്ലൊരു ആർട്ടിസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജെയിൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഒരു ന്യൂസ് കാണും കേട്ടോ. അവരുടെ ഫ്രണ്ട് ടീനെ ആണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ നമ്മുടെ പി ജെയും നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത സീനിൽ ജെയിനും ജെയിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ബാറിലിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ ടീയുടെ അറസ്റ്റിനെ പറ്റിയിട്ട്.
അപ്പോൾ അതിലൊരു പെണ്ണ് പറയാണ് ടീയുടെ അറസ്റ്റിന് പിന്നിൽ PJ ആണെന്നൊക്കെ എന്തൊക്കെയോ ഒരു റൂമറുണ്ട്. അവർ തമ്മിൽ എന്തോ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ടീ അറസ്റ്റിലായെന്നൊക്കെയാണ് ആളുകൾ പറയുന്നതെന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ കിങ് പറയുന്നുണ്ട് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല അതിന് പിന്നിൽ PJ ആണെന്ന്. PJ നല്ല ഹാൻഡ്സമാണ്, ക്യൂട്ടാണെന്നൊക്കെയാണ് കേട്ടോ അവൾ പറയുന്നത്. അപ്പോൾ ഗ്യാപ്പാണെങ്കിൽ ജെയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്കെന്താ PJനെ പറ്റി തോന്നുന്നത്? PJ നിൻ്റെ ഡാൻസ് പാർട്ട്ണർ അല്ലായിരുന്നോ? അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ജെയിൻ പറയുന്നുണ്ട് കേട്ടോ, PJ നല്ല ഒരാളാണെന്ന്. അതേസമയം തന്നെ PJ അവിടേക്ക് വരുവാണേ. PJ അവിടേക്ക് വന്നതും എല്ലാവരും ഷോക്കായിട്ട് PJനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവരെല്ലാവരും അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്യുവാണേ. അപ്പോൾ PJ ചോദിക്കുന്നുണ്ട് ജെയിൻ്റെ അടുത്ത്, നീ എന്താ ഡാൻസ് ചെയ്യുന്നില്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെ? അപ്പം ജെയിൻ പറയുന്നുണ്ട് ഞാൻ അത്ര നല്ല ഡാൻസറൊന്നും അല്ല. അല്ല PJ എന്താ ഡാൻസ് ചെയ്യാത്തത്? അപ്പോൾ ജയ് പറയുന്നുണ്ട് ഞാനും അത്ര നല്ല ഡാൻസറൊന്നും അല്ല. അപ്പോൾ ജെയിൻ പറയുന്നുണ്ട് PJ എല്ലാത്തിലും സൂപ്പറല്ലേ, നല്ല ടാലൻറ്റഡ് ആണ്, നന്നായിട്ട് പഠിക്കും എന്നൊക്കെ. അപ്പോൾ PJ പറയുന്നുണ്ട് നീയും സൂപ്പറാണല്ലോ, നീയും നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലേ, പിന്നെ നീ എന്തിനാ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലി ആഗ്രഹിച്ചത് ഞാൻ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പഠിക്കണമെന്നാണ്. എന്നാൽ എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫാമിലിനെ ചെറുതായിട്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജയ് ചോദിക്കുന്നുണ്ട് നീ ഇതിൽ ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെയിൻ പറയുന്നുണ്ട് എൻ്റെ ഫാമിലി ഇതിൽ ഹാപ്പിയാണ്, അതുകൊണ്ട് ഞാനും ഹാപ്പിയാന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ആവുക എന്നാണ്. അപ്പോൾ PJ പറയുന്നുണ്ട് നിനക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിന്നെ ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ആക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജെയിൻ പറയുന്നുണ്ട് അത് വേണ്ട, എനിക്ക് എൻ്റെ ഹാർഡ് വർക്കിലൂടെ ഒരു ആർട്ടിസ്റ്റ് ആയാൽ മതി. അങ്ങനെ ആകുമ്പോഴേ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോഴേ എനിക്കും എന്നിലൊരു പ്രൗഡായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ജയ് പറയുന്നുണ്ട് നീ മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആണ്, ശരിക്കും സ്പെഷ്യലാണ് നീ, നിന്നെപ്പോലെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ജയ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെയിനാണെങ്കിൽ വാഷ്റൂമിലോട്ട് പോകാൻ നേരം ചെറുതായിട്ടൊന്ന് വീഴാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ജയ് ആണ് കയറി പിടിക്കുന്നത്. അപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജെയിൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് വന്നിട്ട് എനിക്ക് വാഷ്റൂമിൽ പോകണമെന്നും പറഞ്ഞ് ജെയിനുമായിട്ട് വാഷ്റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ജെയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ജെയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ PJ ആയിട്ട് അധികം ക്ലോസ് ഒന്നും ആവരുത്, ഞാൻ നിൻ്റെ ഫ്രണ്ടാണ്, ഞാൻ പറയുന്നത് കേൾക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത സീനിൽ ജെയിൻ്റെ ഫ്രണ്ട്സിൻ്റെയും മാച്ചാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവർ കളി ജയിക്കുന്നുമുണ്ടേ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ സന്തോഷത്തോടെ PJ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ മാച്ചൊക്കെ ജയിച്ച സന്തോഷത്തിൽ അവരിങ്ങനെ നടന്നു വരുവാണ് കേട്ടോ. നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ PJ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെറും കൈയോടൊന്നും അല്ല കേട്ടോ PJ വന്നത്, ഒരു ബോട്ടിൽ ഡ്രിങ്ക്സുമായിട്ടാണ് വന്നത്. എന്നിട്ട് ആ ഡ്രിങ്ക്സ് ജെയിനിന് കൊടുക്കുന്നുമുണ്ട് കേട്ടോ PJ. അങ്ങനെ ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ രണ്ടുപേർ ഇൻ്റർവ്യൂവിനായിട്ട് വരുന്നത്. അപ്പോൾ PJയും കൂടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും വെച്ച് ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ജെയിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ബെറ്റൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ, PJ ഒരിക്കലും സമ്മതിക്കത്തില്ല ഇൻ്റർവ്യൂവിനെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഗ്യാപ്പ് പറയുന്നുണ്ട് കേട്ടോ PJ സമ്മതിക്കുമെന്ന്. അവസാനം ഗ്യാപ്പ് തന്നെയാണ് കേട്ടോ ജയിച്ചത്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ നന്നായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ജെയിനാണെങ്കിൽ അത് ഫോണിൽ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഇൻ്റർവ്യൂ. അപ്പോൾ ഇത് തക്ക സമയത്ത് നമ്മുടെ PJ വന്നത് കൈയോടെ പൊക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ PJ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ഫോൺ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെയിൻ പറയുന്നില്ല ഞാൻ ചിരിക്കുകയൊന്നുമല്ല, അപ്പോൾ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ജെയിനാണെങ്കിൽ PJ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എപ്പോഴാണ് കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അപ്പോൾ PJ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നൊരു ഡിന്നറിന് പോയാലോ നൈറ്റ്, അത് കഴിഞ്ഞ് ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചതിന് ശേഷം ജെയിൻ ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നൈറ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞ് PJ ആണെങ്കിൽ ജെയിനിനെ വീട്ടിലൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടേ. അടുത്ത സീനിൽ ജെയിനും PJയും കൂടെ ലൈബ്രറിയിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ PJ ആണെങ്കിൽ ജെയിനിന് പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ ജെയിന് തണുക്കുമ്പോൾ കോട്ടൊക്കെ ഇട്ട് കൊടുത്ത് ജെയിനെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അങ്ങനെ ജെയിനിന് ഓരോ ബുക്സൊക്കെ എടുത്തു കൊടുത്തും ജെയിൻ്റെ പ്രോജക്റ്റിനെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ PJ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് PJക്ക് ജെയിൻ ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെൻ്റാണ്. അങ്ങനെ പ്രോജക്റ്റൊക്കെ വളരെ നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ജെയിൻ. അങ്ങനെ പ്രോജക്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ജെയിൻ്റെ അടുത്ത് ഗ്യാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളെപ്പോഴാണ് ഇത്രയും ക്ലോസ് ആയതിന് നിങ്ങൾ സീക്രട്ട്ലി ഡേറ്റ് വല്ലതും ചെയ്യുകയാണോ എന്നൊക്കെ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ജെയിൻ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ. അപ്പോൾ കിങ് ആണെങ്കിൽ ഒരു പ്രസൻറ്റ് എടുത്ത് കൊടുത്തിട്ട് ജെയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് പി ജെക്ക് ഒന്ന് കൊടുക്കണമെന്ന്. അത് ജെയിൻ വാങ്ങുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പി ജെയും ജെയിനും കൂടെ ലഞ്ച് കഴിക്കാനിരിക്കുവാണ്. അപ്പം ജെയിൻ പറയുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നെ പ്രോജക്റ്റിന് ഹെൽപ്പ് ചെയ്തതുകൊണ്ട്. എൻ്റെ പ്രോജക്റ്റ് ഇത്രയും സൂപ്പറാകാൻ കാരണം പി ജെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ജെയിൻ ആണെങ്കിൽ പി ജെക്ക് ഒരു സാധനം ഉണ്ടെന്നുണ്ട് ആ ഗിഫ്റ്റ് എടുത്ത് കാണിക്കും. ആ ഗിഫ്റ്റ് കിട്ടുമ്പോഴത്തേക്കും പി ജെ വിചാരിക്കും അത് ജെയിൻ തനിക്ക് വേണ്ടി തന്നെയാണ്. എന്നാൽ അത് കിങ്ങിൻ്റെ ഗിഫ്റ്റാണെന്ന് അറിയുമ്പോഴത്തേക്കും പി ജെക്ക് ഒരുപാട് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പി ജെ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഫ്രണ്ട് എനിക്ക് ഈ ഗിഫ്റ്റ് തരാൻ പറഞ്ഞപ്പോൾ നിനക്കൊന്നും ഫീൽ ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷിച്ച് എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് പി ജെ പോകുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ജെയിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടും പി ജെ ഒന്നും മിണ്ടിയിട്ടില്ല കേട്ടോ. നല്ല ദേഷ്യത്തിലാണ്. ജെയിനാണെങ്കിൽ താനിനി എന്ത് ചെയ്യുമെന്നറിയാതെ ബെഡിലോട്ട് വന്ന് കിടക്കുന്നുണ്ടേ. അടുത്ത സീനിൽ സ്കൂളാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ജെയിൻ പി ജെനെയും കാത്ത് ഡാൻസിങ് ക്ലാസ്സിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഫോണൊക്കെ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് മെസ്സേജും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഒരു പ്രയോജനമില്ല. പി ജെ ആണെങ്കിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ജെയിനിന് പിന്നെ ഒരുപാട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ജെയിൻ്റെ മാച്ചാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ജെയിൻ്റെ മാച്ചിൽ ജെയിൻ ആണെങ്കിൽ അറിയാതെ വേറൊരു പ്ലെയറിനെ വന്ന് തട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജെയിൻ എണീറ്റ് സോറിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ പയ്യനാണെങ്കിൽ നമ്മുടെ ജെയിൻ്റെ അടുത്ത് വല്ലാതെ ഷൗട്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ജെയിനെ പിടിച്ച് തള്ളുകയും ചെയ്യും. അവസാനം അതൊരു വലിയൊരു ഫൈറ്റായിട്ട് മാറും. അങ്ങനെ രണ്ട് ഗ്രൂപ്പുകാർക്കും യെല്ലോ കാർഡ് കിട്ടുകയും ചെയ്യും. എന്നാലും നമ്മുടെ പയ്യന്മാർ തന്നെയാണ് കേട്ടോ ആ കളി ജയിക്കുന്നത്. അടുത്ത സീനിൽ ജെയിനും ജെയിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കളി ജയിച്ച സന്തോഷത്തിൽ പാർട്ടി ചെയ്ത് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. പക്ഷേ ജെയിന് മാത്രം യാതൊരു സന്തോഷവും ഇല്ല. കാരണം നമ്മുടെ പി ജെ ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ. പിന്നീട് ഗ്യാപ്പും ജെയിനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജെയിൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് പി ജെയുടെ സ്ഥാനത്ത് നീ ആണെങ്കിൽ നിനക്ക് ഇതേപോലെ സങ്കടമാവുമോ? എനിക്ക് നിന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും സങ്കടമാവുമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ജെയിൻ നന്നായിട്ട് തന്നെ കുടിക്കുന്നുണ്ട് കേട്ടോ. കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ആ മാച്ചിൻ്റെ ഇടയിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ ആ ചെറുക്കനും അവരുടെ ഗ്യാങ്ങും കൂടെ വരും കേട്ടോ. അങ്ങനെ നീ കാരണമാണ് ഞങ്ങളുടെ ടീം തോറ്റേന്നും പറഞ്ഞ് ആ ചെറുക്കനാണെങ്കിൽ ജെയിനെ എടുത്തിട്ട് അടിക്കാനായിട്ട് പോകും. ജെയിനാണെങ്കിൽ ബഹളമൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ ഒരു കാര്യമില്ല. അപ്പോഴാണ് നമ്മുടെ ജെയിനെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ പി ജെ വരുന്നത്. പി ജെനെ കണ്ടതും ആ ചെറുക്കൻ്റെ ഗ്യാങ്ങിലുള്ള എല്ലാവന്മാരും എസ്കേപ്പ് ആവും. എന്നാൽ ആ ചെറുക്കൻ പറയും നീ എന്തിനാ ഇതിൽ ഇടപെടുന്നത്, ഇത് നിൻ്റെ കാര്യമല്ലെന്ന് പറയുമ്പോഴത്തേക്കും പി ജെ ആണെങ്കിൽ ആ ചെറുക്കൻ്റെ മുഖത്ത് നോക്കിയിട്ട് രണ്ടെണ്ണം ഒന്ന് കൊടുക്കും. അങ്ങനെ പി ജെ ആണെങ്കിൽ ജെയിൻ്റെ അടുത്ത് പോയി ജെയിനെ പിടിച്ചെണ്ണീപ്പിച്ചിട്ട് പുറത്തോട്ട് കൊണ്ടുപോകും. എന്നാൽ ഇപ്പോഴും പി ജെ നമ്മുടെ ജെയിനോട് ദേഷ്യത്തിലാണ് കേട്ടോ. പി ജെനെ കണ്ടതും ജെയിൻ ചോദിക്കും പി ജെ ഇത്രയും ദിവസം എവിടെയായിരുന്നെന്ന് ചോദിക്കും. എന്നാൽ അതിനൊന്നും പറയാതെ പി ജെ പറയും ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയും. എന്നാൽ പി ജെനെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് ജെയിൻ പറയും എനിക്കിന്ന് പി ജെയുടെ കൂടെ നിൽക്കണമെന്ന് പറയും. വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ ജെയിനോട് പി ജെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെപ്പറ്റി എന്താ ഫീൽ ചെയ്യുന്നത്. എന്നാൽ ജെയിൻ പറയുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് നിങ്ങളുമായിട്ടുള്ള ഓരോ മൊമെൻറ്റും വളരെ പ്രീഷ്യസാണ്, ഭയങ്കര വാല്യുബിൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ ഇഷ്ടം തുറന്ന് പറയുന്ന ഒരു ക്യൂട്ട് മൊമെൻറ്റോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ എപ്പിസോഡ് 2 റിലീസ് ആകുമ്പോൾ നമുക്ക് ഉടനെ തന്നെ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.